നിങ്ങൾ സ്വപ്നം കണ്ടത് നേടുവാൻ തക്കവണ്ണം യേശു നിങ്ങളെ ശക്തരാക്കും. ഇന്ന് തന്നെ. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്യ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം 16-ാമത്തെ ദിവസം പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആരംഭിച്ച യാത്ര. ഈ വർഷത്തിൻ്റെ പ്രാരംഭ 31 ദിവസങ്ങൾ പലർക്കും ചിരിയായിരിക്കാം, പലർക്കും ഒരു തമാശയായിരിക്കാം. ഞാൻ പറയട്ടെ, അവർക്കൊന്നും കാര്യം മനസ്സിലായിട്ടില്ല. അവൻ പ്രാർത്ഥിക്കുന്നവനും ഉപവസിക്കുന്നവനും കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ സന്തോഷവും മുൻപോട്ട് പോകുവാനുള്ള ഊർജവും. വലിയ സാക്ഷ്യങ്ങൾ അറിയിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പറഞ്ഞാൽ തീരാത്തത്ര സാക്ഷ്യങ്ങൾ. ശുഭയാത്രയിലൊക്കെ നമ്മൾ ചിലത് പങ്കുവയ്ക്കുന്നുണ്ട്. രാവിലെ 7:30 8:30 ഇടയ്ക്കുള്ള പ്രോഗ്രാമിൽ, വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥനയുടെ മധ്യയും സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും സാക്ഷ്യങ്ങൾ ആവർത്തിക്കുന്നില്ല. ഒത്തിരി സാക്ഷ്യങ്ങൾ, കർത്താവിൻ്റെ പ്രവൃത്തിയുടെ മഹത്വം വിളിച്ചോതുന്ന ഒത്തിരി സാക്ഷ്യങ്ങൾ. അതെ, ഇന്നും നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ സമയം, അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനയുടെ 16-ാമത്തെ ദിവസം, അവിധത്തിൽ ദൈവമഹത്വം വിളിച്ചോതുന്ന സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഞങ്ങളുടെ നിർബന്ധമാണ്. അതിനായി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ആലോചനയാണ് ദൈവമഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം ചെയ്യുവാൻ പോകുന്ന കാര്യം. ആ കണ്ട സ്വപ്നം ഉണ്ടല്ലോ, ഒത്തിരി നാളുകളിലെ ഉറക്കം കളഞ്ഞ് കണ്ട സ്വപ്നം, ആ സ്വപ്നം പൂർത്തീകരിക്കുവാൻ വേണ്ട ശക്തി ഈ ഉപവാസ പ്രാർത്ഥന 15-ാമത്തെ ദിവസം പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആയിരിക്കുന്നവർ പ്രാപിക്കും. അർത്ഥാൽ ആ സ്വപ്നം പൂർത്തീകരിക്കും. നീ പുറത്ത് പറയാതെ നിൻ്റെ ഹൃദയത്തിനകത്തുള്ള ആ സ്വപ്നം പൂർത്തീകരിക്കുന്ന സീസണ് 2026 പ്രാരംഭ മാസം. പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന സഹോദര സഹോദരി, മാതാവേ പിതാവേ മക്കളെ, ആരംഭം കുറിക്കുക. താങ്ക് യു ലോർഡ്. അപ്പോൾ റെഡിയാണോ? നോക്കിയാലോ ആ ദൂതിനടിസ്ഥാനമായിരിക്കുന്ന വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഞാനവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വച്ച് തളർന്നു പോകും. അവരിൽ ചിലർ ദൂരത്ത് നിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു. 8-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം കൂടെ വായിച്ചാലേ ശരിയാകത്തുള്ളൂ. അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലായ്ക കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. തനിക്കൊപ്പമായിരുന്നവരോട് അലിവ് തോന്നിയിട്ട് യേശു പറയുകയാണ്, ഇവരെത്തേണ്ട സ്ഥാനത്ത് എത്തണം, ഇവർ വഴിയിൽ തളർന്നു പോകുവാൻ ഇടയുണ്ട്. അല്ലേ? മനസ്സലിവ് തോന്നിയിട്ടാണ്. നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നത് കൊണ്ട്, പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ഉപവസിക്കുന്നത് കൊണ്ട് മനസ്സലിവ് തോന്നിയിട്ട് നിങ്ങൾ എത്തേണ്ട സ്ഥാനത്ത് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെന്ന് പലപ്പോഴും നമ്മളത് മറന്നു പോകും. സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ, കഷ്ടതകളും കണ്ണുനീരിൻ്റെതായ അനുഭവങ്ങളും കടന്നു വരുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ മറക്കും. നമ്മൾ സെറ്റ് ചെയ്ത പ്ലാനിങ്ങുകളും പദ്ധതികളും എല്ലാം നമ്മൾ മറന്നു പോകും. പക്ഷേ മറക്കാത്തൊരുവനുണ്ട്. എപ്പോഴാ അവൻ മനസ്സലിവ് കാട്ടുന്നേ? നോക്കൂ, ഇതേ കാര്യത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 3 ദിവസമാണ് അവർ യേശുവിൻ്റെ അടുക്കലായിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 31 ദിവസം യേശുവിൻ്റെ അടുക്കൽ, മീൻസ് ഏറ്റവും ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ എവിടെയൊക്കെയോ കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ മറന്നു കളഞ്ഞ, സാഹചര്യം മാറിയപ്പോൾ മറന്നു കളഞ്ഞ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കുവാനുള്ള ശക്തി എൻ്റെ കർത്താവ് ഇന്ന് പകരും. കർത്താവ് നിങ്ങളെ വെറും കൈയോടെ അയക്കത്തില്ല. ഈ മെസ്സേജിനപ്പുറം വെറും കൈയോടെ പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ചിലത് ചെയ്തു പൂർത്തീകരിക്കുവാനുള്ള ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ കർത്താവ് നിൻ്റെ മേൽ പകരുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി. സഹോദര സഹോദരി, മാതാവേ പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങൾ പ്രാപിക്കേണ്ട ലക്ഷ്യങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ, എത്തേണ്ട സ്ഥാനത്ത് എത്തുവാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകരപ്പെടുക. ശബല റാധൂര്യ ശമന റധരെ നാമത്തിൽ. അപ്പോൾ ശക്തി ആവശ്യമാണ്. കാരണം എന്താ? വഴിയിൽ തളർന്നു പോകും. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വഴിയിലെ തടസ്സങ്ങളെ മറികടക്കും. സ്വപ്നം എന്താണ്? ആ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളിൽ കുത്തിക്കുറിച്ച് വെച്ച് പ്ലാനിങ് ആക്കിയ ആ പ്ലാനിങ് മൊത്തം മനസ്സിലായി. എഞ്ചിനീയർ അല്ല പ്ലാൻ തയ്യാറാക്കിയ ആ ഭവനത്തിൻ്റെ പ്ലാൻ. നിൻ്റെ ഉറക്കമില്ലാത്ത രാത്രികളിൽ നീ പ്രിപ്പയർ ചെയ്ത പ്ലാനാണ്. ആ പ്ലാനിൻപടി നീ മനോഹരമായ ഭവനം പണിഞ്ഞ് പൂർത്തിയാക്കുവാൻ പോവുക. അതിന് വേണ്ടത് എൻ്റെ കർത്താവ് നിൻ്റെ കരങ്ങൾ തരിക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. സ്വർഗമതകനെ ചെയ്യുന്ന കൃപയ്ക്കായി
നീ നിന്ദയാകാതിരിക്കുവാൻ, നീ തലകുനിക്കാതിരിക്കുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നീ ചോദ്യചിഹ്നമായി തീരാതിരിക്കുവാൻ തക്കവണ്ണം മനോഹരമായ ഭവനം, പകുതി വഴിയിൽ പണികൾ പൂർത്തിയാക്കുവാൻ കഴിയാതെ ഇട്ടുകളഞ്ഞവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. പൂർത്തീകരണത്തിനുള്ള ശക്തി കർത്താവ് പകരുക. ആ ബാങ്ക് ലോണുകൾ പാസ്സാകുക. പ്രാർത്ഥിക്കുക സഹോദരി, നിനക്ക് ലഭിക്കേണ്ട ആ നന്മ നിൻ്റെ കരങ്ങളിലേക്ക് എത്തുക. നിനക്ക് അർഹതപ്പെട്ട ചിലത്, അത് സഹായമായിട്ടായിരിക്കാം, അത് നിൻ്റെ ഓഹരിയായിട്ടായിരിക്കാം, നിൻ്റെ അവകാശമായിട്ടായിരിക്കാം, അത് നിൻ്റെ കരങ്ങളിൽ വരിക. റിധലമ ഴെകെനെ റാധൂറിയ ഷബല. ആ ബാങ്കിൽ കയറി ഇറങ്ങുക. ഒരു ചെയർ ഇതുവരെ ലഭിച്ചിട്ടില്ല, ചെയർ ലഭിക്കുന്നു, പേപ്പറിൽ സൈൻ വീഴുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നിൻ്റെ നാട്ടിൽ മാത്രമല്ല വിദേശ രാജ്യത്ത് സ്വന്തം ഭവനമെന്ന സ്വപ്നത്തിന് നിവർത്തീകരണം ഉണ്ടാകുക. അതിനു വേണ്ടി എൻ്റെ ദൈവം നിൻ്റെ മേലെ ശക്തിയെ പകരുക. റിധഭാഷകനും അവർ ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടത് കൊടുക്കുവാൻ കർത്താവിനറിയാം. കാരണം അവരിൽ കർത്താവ് മനസ്സലിക്കും. നമ്മൾ പലപ്പോഴും ഈ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്തത്, പക്ഷേ പകുതി വഴിയിൽ നമ്മൾ തകർന്നു പോയി. പ്രതിസന്ധികൾ കടന്നു വരും, വെല്ലുവിളികൾ കടന്നു വരും. കൂടെ നിൽക്കാമെന്ന് പറയുന്നവർ മാറി നിൽക്കും, സഹായിക്കാമെന്ന് പറയുന്നവർ കാലുവാരും, കൈതരാമെന്ന് പറയുന്നവർ തട്ടിയെറിയും, ചവിട്ടിത്തെറിപ്പിക്കും. വലിയ പാടാണ് അല്ലേ സഹോദര? അങ്ങനെയാ ആ സ്വപ്നങ്ങൾക്ക് ചിറക് മുളച്ചത്. ആദ്യം ഒരു സ്വപ്നമായിരുന്നു, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം. സ്വപ്നം മാത്രമല്ല ആവശ്യവും. ഇന്നത്തെ നരകിച്ച അവസ്ഥ മാറണം. നല്ലൊരു രാജ്യത്ത് ജീവിക്കുവാൻ കഴിയുന്നത്, സമ്പാദിക്കുവാൻ കഴിയുന്ന രാജ്യത്ത്, നിന്നയും നിരാശയും മാറുന്ന രാജ്യത്തെത്തണം. അത് സ്വപ്നമായിരുന്നു. പക്ഷേ വഴികളിൽ, പ്രതിസന്ധികളിൽ, ഇന്നലകളിൽ നിന്നെ പകുതി വഴിയിൽ ഒതുക്കിക്കളഞ്ഞ ആ പ്രതിസന്ധികൾ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ശക്തി പകരുക. ഷബല, വഴിമുടക്കി നിൽക്കുന്ന പടക്കൂട്ടത്തിന് നേരെ വാങ്ങി ചെല്ലുവാനും തടസ്സമായി മനുഷ്യനും പിശാചും കെട്ടി ഉയർത്തുന്ന മതിലുകളെ ചാടിക്കടക്കുവാനും എൻ്റെ ദൈവം ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന സഹോദര നിൻ്റെ മേൽ ശക്തിയെ പകരുക. യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് തടസ്സം മാറുക. നീ ആ രാജ്യത്തെത്തുക, വിസ വരിക, നീ അവിടെ ജോലിക്ക് കയറുക. യേശുവിൻ നാമത്തിൽ അക്കൗണ്ടിൽ ആ സാലറി ക്രെഡിറ്റ് ആവുക. 2026 നീ ജോലിക്കാരനായി, ജോലിയുള്ളവനായി. യെസ്, ആമേൻ. പലർക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരുപാടുണ്ട്, പക്ഷെ തളർന്നു പോകുക. സാഹചര്യം നോക്കിയിട്ട്, ചുറ്റും പറ്റുമൊക്കെ നോക്കിയിട്ട് നീ തളരാതിരിക്കുവാൻ, ആ തളർച്ച മാറുവാൻ, മടുപ്പ് മാറുവാൻ, യെസ്, എൻ്റെ ആത്മീക വിശപ്പിന് അറുതി വരുവാൻ, യെസ് ലോർഡ്, ആ ഭാഷ അമേൻ അമേൻ അമേൻ. ആ തളർച്ച മാറുക, അവിശ്വാസം മാറുക, എല്ലാ തളർച്ചകളും, എല്ലാ പിന്മാറ്റങ്ങളും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന്, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിന്ന് നിങ്ങളെ വലിച്ചു താഴെയിടുന്ന. യെസ്, പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? കർത്താവ് ആ സ്വപ്നത്തിലേക്ക് നിന്നെ കൊണ്ടുവന്ന് നിർത്തുവാൻ പോകുക. നിൻ്റെ തലമുറകളെ മാതാവേ ആ സ്വപ്നത്തിലേക്ക്, അവർ കണ്ട സ്വപ്നത്തിലേക്ക്, നിൻ്റെ സ്വപ്നത്തിലേക്ക്. പലപ്പോഴും നീ പറയുന്നുണ്ട്, മക്കളെ ഇതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല, നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. നോ, നിന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല. എൻ്റെ ദൈവം കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങൾ നിൻ്റെ തലമുറയുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നു. റെഡിയാണോ? ഒരിക്കൽ കൂടി, നിങ്ങൾ കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല, എൻ്റെ ദൈവം നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുക. ആ ബിസിനസ്സിൽ നിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുവാൻ പോകുക. അതിനൊരു അഭിവൃദ്ധി അതിനൊരു അഭിവൃദ്ധി ഉണ്ടാകുവാൻ പോകുക. ആ ഞെരുക്കം മാറുക, ഒതുക്കിക്കൂട്ടുന്ന അവസ്ഥ, ചിലയിടങ്ങളിൽ തളച്ചിടുന്ന അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുവാൻ പോകുക. യെസ്, ആമേൻ. അവിടെ ആ വാക്യത്തിൽ വളരെ വ്യക്തമായി എടുത്തു പറയുന്നൊരു കാര്യം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന ആ ദൂത് കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. നോക്കൂ, 3-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ അവരിൽ ചിലർ ദൂരത്ത് നിന്ന് വന്നവരല്ലോ. അർത്ഥം, അവരിൽ ചിലർ ദൂരത്ത് പോകാനുള്ളവരാണ്. ചിലർ അങ്ങ് ദൂരെ കടൽ കടന്നു അങ്ങ് യൂറോപ്പിൽ, കാനഡയിൽ, UK-യിൽ, യൂറോപ്യൻ കൺട്രീസിൽ. ആർ യു റെഡി? ദൈവനാമം ഉയരുന്ന ആ സാക്ഷ്യം പ്രാപിക്കുവാൻ ചിലരവിടെ എത്തിയിട്ട് തളർന്ന് കിടക്കുക, പ്രാപിക്കുവാൻ കഴിയാതെ. സഹോദരി, നീ അവിടെ പ്രാപിക്കുവാൻ പോകുക. അവിടെ നിന്ന് വാരിക്കെട്ടി മടങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. റെഡിയാണോ? പ്രാപിക്കുവാൻ റെഡിയാണോ? ആമേൻ. ആ ശക്തി പ്രാപിക്കുവാൻ കർത്താവിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ കർത്താവ് മനസ്സരിയും, ശക്തി പകരും. നീ പകുതി വഴിയിൽ യാത്ര അവസാനിക്കത്തില്ല, നിരാശപ്പെട്ട് നഷ്ടപ്പെട്ടവനായി മടങ്ങത്തില്ല. അപ്പോൾ ഈ വിഷയത്തിന് വേണ്ടി ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ, പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ ഒരു ഉപവാസം
നിങ്ങൾ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഏത് അവസ്ഥയിലായിരുന്നാലും പ്രൈസർ ഫാമിലിക്ക് ഇപ്പോൾ ഉപവസിക്കുവാൻ കഴിയും. അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ, ഞാൻ കൂടുതൽ പറഞ്ഞു തരാം. അപ്പോൾ അങ്ങനെ ഒരു ഉപവാസം നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം. ഒരു ദിവസം ഉപവാസം ക്രമീകരിച്ചോ, അത് വലിയ ബ്ലെസ്സിങ് ആയിരിക്കും. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30 8:30 ഇടയ്ക്കുള്ള സമയത്ത് നമ്മുടെ ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന പ്രോഗ്രാമുണ്ട്. ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് ഒത്തിരി പേർക്ക് അനുഗ്രഹമായിട്ട് മുൻപോട്ട് പോകുന്നു. ജോയിൻ ചെയ്യണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി വരുത്തണം. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് ലഭ്യമാണ്. ലൈവാണ്. വൈകുന്നേരം 7:30 8:30 ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു. ഭയങ്കര ബ്ലെസ്സിങ് ആണ്. സമയം വേർതിരിച്ച് ജോയിൻ ചെയ്തോ. വെള്ളിയാഴ്ചയും ഞായറാഴ്ച സഭയുടെ മീറ്റിംഗ് ഉണ്ട്. വെള്ളിയാഴ്ച ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയം കമൻറ്റ് ചെയ്യാം. ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞായറാഴ്ച സഭാരാധനയാണ്. ലൈവ് കൊണ്ട് നേരിട്ടും കടന്നു വരാം. എവിടെയാണോ? തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് വർഷിപ്പ് സെൻറ്ററിൽ വെച്ചു. അപ്പോൾ 10 മണിക്കാണ് ആരാധന. വൈകുന്നേരം 3 മണിക്ക് കാട്ടാക്കടയ്ക്ക് സമീപം നമ്മളൊരു പുതിയ മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. കാട്ടാക്കട നിന്ന് നെയ്യാറ്റിൻകര പോകുന്ന വഴിക്ക് നമ്മുടെ കൊറ്റമ്പള്ളി തൂങ്ങാമ്പാറ നിന്ന് കൊറ്റമ്പള്ളി വഴി അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് തുടക്കമാണ്. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല എങ്കിൽ കൂടെ കൂടിക്കോ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. ഏറ്റവും ശ്രേഷ്ഠകരമേറിയത് പ്രാപിക്കാം. കണ്ണടച്ചോ. യേശുവേ, ഉപവാസ പ്രാർത്ഥനയുടെ 15ാമത്തെ ദിവസം ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഉപവാസത്തിൽ വെളിപ്പെടുന്ന സകല ആത്മീക ഭൗതിക ബ്ലെസ്സിങ്സും ഇവരുടെ മേൽ പകരപ്പെടട്ടെ. ഉപവസിച്ച് പ്രാർത്ഥിച്ചായിരിക്കുന്നവരെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. ഇവർ അനുഗ്രഹമായി തീരട്ടെ. ഷബല റാഥൂറിയ ഇവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കപ്പെടട്ടെ. 2026 ഇവരുടെ സ്വപ്നങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ വർഷമായി തീരട്ടെ. യെസ് ലോർഡ്. റാബ ഷേഖിനെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ സ്വപ്നം കണ്ടതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ സ്വദേശത്തും വിദേശത്തും ലഭിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും, വഴിയിലെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സ്വർഗമങ്ങ് നിറയ്ക്കണമേ. ഓ, ശക്തി പകരപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകരപ്പെടട്ടെ. റാധാരാബ ഷേഖിനെ ഇന്നലകളിലെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ഓ, രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്വപ്നം കണ്ട സൗഖ്യം ഇവർ പ്രാപിക്കട്ടെ. നിരാശകളും കണ്ണുനീരുകളും ഡിപ്രഷനുകളും മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യട്ടെ. വർധനമുണ്ടാകട്ടെ. രാജ്യങ്ങളെ കീഴടക്കട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. അഭിവൃദ്ധി വിശാലതയും ഉണ്ടാകട്ടെ. അവർ സ്വപ്നം കണ്ടതുപോലെ വാഗ്ദത്തത്തിലേക്ക് വഴികൾ തുറന്നു വരട്ടെ. കർത്താവിന് വേണ്ടി അനേകരെ നേടുന്ന ശുശ്രൂഷകന്മാരായി ഇവർ മാറട്ടെ. വേദികൾ ഒരുങ്ങപ്പെടട്ടെ. സഭകൾ പണിയപ്പെടട്ടെ. ഓ, തലമുറകളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ്. മക്കൾ അനുഗ്രഹിക്കപ്പെട്ട മക്കൾ മുഖാന്തരം നന്മകൾ കാണുന്ന, സന്തോഷിക്കുന്ന, സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുന്ന മാതാപിതാക്കൾ എഴുന്നേൽക്കട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. കുടുംബജീവങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ. വാഹനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ. വസ്തുവകളെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ. എല്ലാ തടസ്സങ്ങളും പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല, പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി നിർത്തണം. അവർക്ക് ഈ മെസ്സേജുകൾ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കർത്താവ് വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കും. ഇന്ന് നമ്മൾ ഒരുമിച്ചായിരുന്നു. കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്യ എന്ന വചന സന്ദേശത്തിനൊപ്പം നാളെ ഈ ദിവസം വെച്ചാൽ നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.